ആർക്കും ഓർക്കാൻ കഴിയുന്നതിനേക്കാൾ പഴക്കമുള്ളതായിരുന്നു ആ ഒഴിഞ്ഞ വീട്. മുറിഞ്ഞ ജനലുകളിലൂടെ താഴെയുള്ള ഗ്രാമത്തിലേക്ക് ശൂന്യമായി നോക്കിക്കൊണ്ട് ഒരു മുറിവേറ്റ മൃഗത്തെപ്പോലെ അത് കാടിന്റെ അരികിൽ ഒതുങ്ങിക്കൂടി. പതിറ്റാണ്ടുകളായി അവിടെ ആരും താമസിച്ചിട്ടില്ല. എന്നിട്ടും കൊടുങ്കാറ്റുള്ള രാത്രികളിൽ ഗ്രാമീണർ അവിടെ ശബ്ദങ്ങൾ കേട്ടതായി സത്യം ചെയ്ത് പറയും. ഗ്ലാസിൽ നേർത്ത മുട്ടലുകൾ, കാറ്റിൽ അസ്വാഭാവികമായി ഒഴുകിവരുന്ന നേരിയ ചിരി. കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വീട് ഒരു ദുരന്തഭൂമിയാണെന്ന് അവർ അടക്കം പറഞ്ഞു. കുട്ടികൾ അതിന്റെ മുറ്റം ഒഴിവാക്കി. പട്ടികൾ അതിന്റെ ഗേറ്റ് കടക്കാൻ മടിച്ചു. അതിനു ചുറ്റുമുള്ള മരങ്ങൾ പോലും അതിന്റെ നിഴലിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുന്നതുപോലെ വളഞ്ഞതായി തോന്നി. എന്നാൽ ഭയം ഒരു വിചിത്രമായ കാര്യമാണ്. നിങ്ങൾ അതിൽ നിന്ന് എത്രത്തോളം ഓടി അകലുന്നുവോ അത്രത്തോളം അത് നിങ്ങളെ തിരികെ ആകർഷിക്കും. ചന്ദ്രനില്ലാത്ത ഒരു രാത്രിയിൽ ഗ്രാമത്തിലെ 4 സുഹൃത്തുക്കൾ അതിനുള്ളിലേക്ക് കടക്കാൻ ധൈര്യപ്പെട്ടു. ധൈര്യശാലിയും അശ്രദ്ധനുമായ അനിൽ, ജാഗ്രതയുള്ളവനും സൂക്ഷ്മദൃഷ്ടിയുള്ളവനുമായ കിരൺ, വെല്ലുവിളിക്കപ്പെടുമ്പോൾ ഭയമില്ലാത്ത ദീപ, ഒപ്പം മിണ്ടാതിരിക്കുന്ന മീരയും. അവൾക്ക് വരാൻ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നെങ്കിലും ഒറ്റപ്പെടാൻ ആഗ്രഹിച്ചില്ല. അവർ വിളക്കുകൾ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇരുട്ടിനെ തുളച്ചുകയറാൻ ആ പ്രകാശത്തിന് കഴിഞ്ഞില്ല. അവർ ഗേറ്റ് തുറന്നു തള്ളിയപ്പോൾ ഇരുമ്പിന്റെ ഗേറ്റ് ഉച്ചത്തിൽ കരഞ്ഞു. അവർ അസ്വസ്ഥരായി പരസ്പരം നോക്കി. അപ്പോൾ തന്നെ അന്തരീക്ഷം മാറി. അത് വേനൽക്കാലമായിരുന്നിട്ടും അവരുടെ ശ്വാസം വെളുത്ത മഞ്ഞ് പോലെ പുറത്തുവന്നു. വാതിൽ ഒരു നീണ്ട നനഞ്ഞ ഞരക്കത്തോടെ തുറന്നു. അകത്തേക്ക് അഴുകിയതിന്റെയും പൂപ്പലിന്റെയും പിന്നെ ചെമ്പിന്റെതുപോലെയുള്ള ഒരു ദുർഗന്ധം അടിച്ചുകയറി. അകത്ത് തറയോടുകൾ ഞരങ്ങി. പക്ഷേ അത് അവരുടെ കാലടികൾക്കനുസരിച്ചായിരുന്നില്ല. ചിലപ്പോൾ ഒരു നിമിഷം വൈകിയാണ് തറയോടുകൾ ശബ്ദമുണ്ടാക്കിയത്. കാണാത്ത എന്തോ ഒന്ന് അവരെ പിന്തുടരുന്നതുപോലെ. വിളക്കുകളുടെ പ്രകാശം കട്ടിയുള്ള പൊടിയിലൂടെ തുളച്ചുകയറി. ചുമർ ചിത്രങ്ങൾ തൊലി ഉരിഞ്ഞുപോകുന്നതുപോലെ തൂങ്ങിക്കിടന്നു. നിഴലുകൾ ജീവനുള്ളതുപോലെ സീലിംഗിലൂടെ ഇഴഞ്ഞു നീങ്ങി. ദീപയുടെ വിളക്ക് തറയിലെ ഒരിടത്തു നിന്നു. പാദരക്ഷകളില്ലാത്ത ചെറിയ നനഞ്ഞ കാൽപ്പാടുകൾ. അവ മുകളിലേക്ക് പോവുകയായിരുന്നു. പടിക്കെട്ടുകളുടെ ഇരുണ്ട ഭാഗത്തേക്ക് അവ അപ്രത്യക്ഷമായി. കുട്ടികളാണോ? കിരൺ പതിയെ ചോദിച്ചു. പക്ഷേ അവർക്കെല്ലാം അറിയാമായിരുന്നു അവിടെ കുട്ടികളില്ലെന്ന്. വർഷങ്ങളായി ആ വീടിനടുത്ത് കുട്ടികളെ ആരെയും കണ്ടിട്ടില്ല. അവർ മുകളിലേക്ക് കയറി. അവരുടെ ഭാരത്തിൽ പടികൾ താഴ്ന്നു. മുകളിലെ ലാൻഡിംഗിൽ ഒരു വിളക്ക് അണഞ്ഞു. പിന്നെ മറ്റൊന്നും മിന്നിമറഞ്ഞു. ബാക്കിയുള്ള വിളക്കിൽ അവർ മുറുകെ പിടിച്ചു. ഹാളിന്റെ അറ്റത്ത് ഒരു ചെറിയ പെൺകുട്ടി നിന്നിരുന്നു. അവളുടെ വെളുത്ത വസ്ത്രം വെള്ളം കാരണം ഭാരം കൂടിയതുപോലെ തൂങ്ങിക്കിടന്നു. അവളുടെ മുടി മുഖത്തോട് ഒട്ടിപ്പിടിച്ചിരുന്നു. അവളുടെ വിരലുകളിൽ നിന്ന് തുള്ളികൾ നിരന്തരം വീണുകൊണ്ടിരുന്നു. തറയിൽ കറുത്ത പാടുകൾ വീഴ്ത്തി. അവളുടെ മുഖം വിളറിയിരുന്നു. ചുണ്ടുകൾക്ക് നീല നിറം. അനിൽ ശബ്ദത്തിന് ഉറപ്പുവരുത്തിക്കൊണ്ട് പറഞ്ഞു, ഹേയ്, നീ വഴി തെറ്റിവന്നതാണോ? പെൺകുട്ടി തലചരിച്ചു. വളരെ സാവധാനം, അവളുടെ കഴുത്തിൽ വെള്ളം നിറഞ്ഞതുപോലെ. എന്നിട്ട് അവൾ ഒരു കൈ ഉയർത്തി ചൂണ്ടി. അതേ നിമിഷം എല്ലാ വിളക്കുകളും അണഞ്ഞു. ഇരുട്ട് അവരെ മുഴുവനായി വിഴുങ്ങി. ഓടുന്ന കാലുകളുടെ ശബ്ദം ഹാളിൽ നിറഞ്ഞു. വേഗത്തിൽ, ചെറുത്, ധാരാളം. ശബ്ദം വട്ടം ചുറ്റി മുന്നോട്ടും പിന്നോട്ടും ഓടി അവരെ വളഞ്ഞു. തണുത്ത എന്തോ ഒന്ന് തന്റെ കണങ്കാലിൽ പിടിച്ചപ്പോൾ മീര നിലവിളിച്ചു. ചൂടുള്ള ശ്വാസം കഴുത്തിൽ തട്ടിയപ്പോൾ കിരൺ കിതച്ചു. അപ്പോൾ ചിരിശബ്ദങ്ങൾ വന്നു. ഡസൻ കണക്കിന് കുട്ടികളുടെ ശബ്ദങ്ങൾ അടുക്കടുക്കായി ഇരുട്ടിൽ പ്രതിധ്വനിച്ചു. വിളക്കുകൾ തനിയെ വീണ്ടും കത്തിച്ചപ്പോൾ ഹാൾ ഒഴിഞ്ഞതായിരുന്നു. പെൺകുട്ടി പോയിരുന്നു. പക്ഷേ നനഞ്ഞ കാൽപ്പാടുകൾ ഇപ്പോൾ അവരെ ഒരു വൃത്തത്തിൽ വളഞ്ഞിരുന്നു. അവർ ഓടി രക്ഷപ്പെടാൻ തിരിഞ്ഞു. അപ്പോൾ പടിക്കെട്ടുകൾ അപ്രത്യക്ഷമായതായി അവർ കണ്ടു. ഹാൾ അനന്തമായി നീണ്ടു. വാതിലുകൾ നിരന്നു കിടന്നു. ഒരു വാതിൽ ഞരങ്ങി തുറന്നു. അകത്തുള്ള ഇരുട്ടിൽ നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം മന്ത്രിച്ചു, ഞങ്ങളോടൊപ്പം കളിക്കാൻ വരും.